ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നികേഷ് പോയിട്ട് നിധിയോട് ചോദിക്കുന്നുണ്ട്, അടുത്തി എങ്കിൽ നമുക്ക് വണ്ടി പഠിക്കാൻ ഇറങ്ങിയാലോ എന്ന്. അന്നേരം നിധിക്ക് തീരെ ഒരു കോൺഫിഡൻസ് ഇല്ല കേട്ടോ. എടാ ഞാൻ പഠിച്ചാൽ ശരിയാവുമെന്ന് ചോദിക്കും. പിന്നല്ലാണ്ട് വന്നേ നമുക്ക് നോക്കാമെന്ന് പറയും. അങ്ങനെ മുറ്റത്ത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെ പോകുന്ന നേരം നമ്മുടെ സുധീഷ് ഉണ്ടാവും കേട്ടോ. സുധീഷിനെ കണ്ടാവും നികേഷ് പറയും, ഏട്ടാ ഞങ്ങളെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാൻ പോവാണ് ബായ് എന്ന് പറയുമ്പോൾ നമ്മുടെ സുധീഷിന് ദേഷ്യം പിടിക്കും. സുധീഷ് പോയിട്ട് ആ തൂണും ചാരി നിൽക്കുവാണ്. അങ്ങനെ നികേഷ് വണ്ടിയൊക്കെ പാത്തൊക്കെ വലിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നിധിയോട് ഇരിക്കാൻ പറയും. എന്നിട്ട് അവിടെ ഇങ്ങനെ ചെറുങ്ങനെ റൗണ്ട് ചെയ്യാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് സുഭാഷ് പറയുന്നുണ്ട്, ഏട്ടാ പതുക്കെ ഇനി വീഴിപ്പിക്കരുത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ ഏട്ടാ ഞാൻ നോക്കിക്കോളാന്ന് പറയുന്നു നികേഷ്. അങ്ങനെ നികേഷ് പറയും, ഇനി അടുത്ത് ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് നോക്കിയേനെ. അയ്യോ എനിക്ക് പേടിയാവുന്നു എന്ന് പറയുമ്പോൾ, ഇങ്ങനെയൊക്കെയല്ലേ കോൺഫിഡൻസ് ഉണ്ടാവാം. ഒന്ന് ഓടിച്ചെന്ന് പറയുമ്പോൾ അങ്ങനെ ഓടിച്ച് പോകുമ്പോൾ ആ ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ വീഴാൻ വേണ്ടിയിട്ട് പോവേ. അപ്പോഴേക്കും നമ്മുടെ സുധീഷ് ഭയങ്കര ഓട്ടാണ് കേട്ടോ. നികേഷിനൊക്കെ അങ്ങ് തട്ടി തെറിപ്പിച്ചിട്ടാണ് നിധിയുടെ അടുത്തേക്ക് പോകുന്നത്. അയ്യോ നിധി അതൊക്കെ ഓടിക്കണം, നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉപദേശിക്കുന്ന കാണുമ്പോൾ തന്നെ നമ്മുടെ നിധി പറയും, സുധീഷ് ഒന്ന് പോയേ, ഞാൻ എങ്ങനെയെങ്കിലും ഓടിച്ചോളാം. സുധീഷ് ഇവിടെ നിന്ന് എനിക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ലാന്ന്. അന്നേരം നികേഷൊക്കെ ഒരുമാതിരി കളിയാക്കി ചിരിക്കും കേട്ടോ. അങ്ങനെ സുധീഷ് തിരിച്ചു വരുന്ന നേരത്ത് നമ്മുടെ ഭാസ്കരനാണെങ്കിൽ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് പറയും, അക്കരെ ഇക്കരെ നിന്നാലിങ്ങനെ ആശ തീരുന്നുള്ള പാട്ടൊക്കെ പാടാണ്. അന്നേരം സുധീഷ് വീണ്ടും പോയി ആ തൂണും ചാരി നിൽക്കും. എന്നിട്ട് ഭാസ്കരനോട് എന്ത് ചെയ്യാൻ ചോദിക്കും. നത്തിങ് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ നിധി ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ഓടിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് ഹരീഷ് വരുന്നു. ഹരീഷ് ഇത് കാണുമ്പോൾ തന്നെ, ആ ഏടത്തി വണ്ടി ഓടിക്കാനൊക്കെ ഇപ്പോൾ പഠിച്ചല്ലോ എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ നികേഷ് ചോദിക്കുന്നുണ്ട്, ഹരീഷേട്ടാ എങ്ങനെയുണ്ട് ഏടത്തി വണ്ടി പഠിത്തം എന്ന് ചോദിക്കുമ്പോൾ, ആ ചെറിയൊരാട്ടുണ്ട്, അത് നമുക്ക് ശരിയാക്കാന്ന് പറയുന്നു. എന്നിട്ട് ഹരീഷ് ചെറിയൊരു ഉപദേശം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇരിക്കുമ്പോഴേ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം, കോൺഫിഡൻസോടുകൂടി ഓടിക്കണം എന്ന് പറയുമ്പോൾ സുധീഷ് മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്, ഇത് തന്നെയല്ലേ ഞാനും പറഞ്ഞതെന്ന്. അങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചാന്ദിനി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അങ്ങനെ നിധി വണ്ടി നിർത്തുന്നു. എന്നിട്ട് ചാന്ദിനിയും കൂട്ടിയിട്ട് വരികയാണ്. ഇത് കാണുന്ന ഹരീഷും നികേഷൊക്കെ ചോദിക്കുന്നുണ്ട് ആരാന്ന്. അന്നേരം സുഭാഷ് പറയും, ഇതാ ബായിയുടെ സഹോദരിയാ, പേര് ചാന്ദിനി, എന്താ നീ ഇവിടെ എന്ന് ചോദിക്കും. അന്നേരം ആ ചാന്ദിനി പറയും, ഹിന്ദിയിലാണ് കേട്ടോ പറയുന്നത്. അന്നേരം ഇവർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. മനസ്സിലാവുന്ന ആകെ സുധീഷിനാണ് കേട്ടോ. നിങ്ങൾക്കാർക്കും ഹിന്ദി മനസ്സിലായില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ, അവിനാശ് ഭായിയുടെ കൂടെ ആ കുട്ടി ബൈക്കിന് പോകുമ്പോൾ അവിനാശ് ഭായ് പറഞ്ഞത്രേ നിങ്ങളുടെ വീട് ഇതാണെന്ന്. അന്നേരം ആ കുട്ടി ഇവിടെ ഇറങ്ങിയെന്ന്. ഇനി പോകാൻ നേരം അവിനാശ് ഭായ് ഇവിടെ കൂട്ടാൻ വരുമായിരിക്കും, അതായിരിക്കും ഇവിടെ ഇറക്കി വിട്ടേന്ന് പറയും. ഓഹോ, അപ്പൊ സുധീഷേട്ട എവിടുന്ന ഇത്രയും ഹിന്ദി പഠിച്ചതെന്ന് ചോദിക്കുമ്പോൾ, ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചല്ലേന്ന് ചോദിക്കും. എപ്പോന്ന് ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ ഹരീഷ്. അന്നേരം ഭയങ്കര ഹിന്ദിയാണ്. എന്നിട്ട് പറയും, സുനോ എന്ന് ചോദിച്ചാൽ അങ്ങ് പോകുമ്പോൾ, അത്ര സുനിത്തണ്ട, ഇവിടെ ഇരുന്ന് സുനിയാ മതി എന്ന് പറയട്ടോ നമ്മുടെ നികേഷ്. അങ്ങനെ അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോകുന്ന നേരത്ത് ഭാസ്കരൻ നന്നായിട്ട് ഹിന്ദി അങ്ങ് സംസാരിക്കും. അന്നേരം മക്കളൊക്കെ കൂടി അന്തം വിട്ട് നിൽക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ സുധീഷ് വീണ്ടും സ്റ്റാർ ആവാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അന്തർ ആനമന ഹേ എന്ന് പറയുമ്പോഴേക്കും ആ പെണ്ണ് പറയും ക്യാ എന്ന്. അന്നേരം നമ്മുടെ ഭാസ്കരൻ പറയും, എടാ നീ എന്തൊക്കെയായി പറയുന്നേ, അകത്തേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്നു എന്ന അതിൻ്റെ അർത്ഥം. ആണോ, അതെപ്പോന്ന് ചോദിക്കാട്ടോ നമ്മുടെ സുധീഷ്. അന്നേരം നമ്മുടെ ഭാസ്കരൻ പറയും അന്തർ ചാഹിയെന്ന്. അങ്ങനെ ആ ചാന്ദിനി ഉള്ളിൽ കയറി ഇവരോടൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. നിധി പോയി ഒരു ഗ്ലാസ് ചായ കൊണ്ടുവന്ന് കൊടുക്കും. അപ്പോൾ സുഭാഷ് കുറച്ചു നേരം വരെ സംസാരത്തിലൊക്കെ കൂടുന്നുണ്ട്. എന്നിട്ട് ഫുഡ് കഴിച്ചിട്ടേ പോകാവൂ എന്ന് തട്ടിമുട്ടി നമ്മുടെ സുഭാഷ് പറഞ്ഞു കൊടുക്കും. ഓക്കെ എന്ന് പറയും. അതിനിടയ്ക്ക് നമ്മുടെ നികേഷ് ആണെങ്കിൽ ഒരു കാര്യം ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. നികേഷിന് അറിയാവുന്ന ഹിന്ദിയൊക്കെ വെച്ചിട്ട് ഞാൻ മലയാളത്തിൽ പഠിപ്പിച്ച് തരട്ടെ എന്ന് ചോദിക്കും. ആ ഓക്കെ എന്ന് പറയുമ്പോൾ, കണ്ണ്, മൂക്ക്, മുഖം എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്ത് അച്ഛൻ നിൽപ്പുണ്ടല്ലോ, അച്ഛനോട് സുഖമാണോ എന്ന് ചോദിക്കാൻ പഠിപ്പിച്ചു തരാന്ന് പറയും. എന്നിട്ട് ചാന്ദിനിയോട് പോയി ചോദിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ്. ഇപ്പൊ ചാന്ദിനി നല്ല കാര്യമല്ലേ വെച്ചിട്ട് പഠിക്കുകയാണ് കേട്ടോ. അച്ഛാ സുഖമാണോ എന്ന് ചോദിക്കുന്നത്. ആ ചാന്ദിനി കറക്റ്റ് ആയിട്ട് തന്നെയാ ഫസ്റ്റ് പറയുന്നത്. അച്ഛ തും കൈസേ ഹോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കേശ് തിരുത്തി കൊടുക്കാണ് കേട്ടോ. അച്ഛ നീ വിളക്കെണ്ണ എന്ന് ചോദിക്കണം എന്ന് പറയും. അപ്പൊ ഈ കുട്ടി നന്നായിട്ട് പ്രാക്ടീസൊക്കെ ചെയ്ത് അവിടെ പോയിട്ട് അച്ഛ എന്ന് ചോദിക്കും. എന്താ ബേട്ടി, എന്താ നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അച്ഛ നീ വിളക്കെണ്ണ എന്ന് പറയും. അന്നേരം ഭാസ്കരന്റെ വായ തോന്നിയൊക്കെ
പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും സുഭാഷ് ഇറങ്ങി വരുന്നു. എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ അതിഥി തൊഴിലാളികളല്ലേ എന്ന് വെച്ചിട്ടാ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. ഇപ്പൊ എനിക്കിട്ട് പണിയാൻ വന്നതാ ഇവൾക്ക് മലയാളമൊക്കെ നന്നായിട്ട് വശമുണ്ട് എന്ന് പറയും. അന്നേരം ചാന്ദിനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുക കേട്ടോ. ഇത് ആരാ നിനക്ക് പഠിപ്പിച്ചു തന്നേന്നൊക്കെ ചോദിക്കുമ്പോൾ ചാന്ദിനി ആദ്യം ഒന്നും മിണ്ടുന്നില്ല. സുഭാഷിന് കാര്യമൊക്കെ മനസ്സിലാവുന്നുണ്ട്. സുഭാഷ് നേരെ നികേഷിനെ നോക്കുകയാണ്. ഹരീഷ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ വേണ്ടാത്ത പണിക്ക് പോണ്ടാന്ന്. ഇതൊക്കെ ഒരു കോമഡി അല്ലേ ഏട്ടാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നികേഷ് വിളിച്ചോണ്ട് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഭാസ്കരന് മനസ്സിലാവുകയും ശരിക്കത്തെ ഹിന്ദിയൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാണ് കേട്ടോ. അപ്പൊ ചാന്ദിനിക്ക് ദേഷ്യം പിടിച്ച് നികേഷിന്റെ മുഖത്തേക്ക് ദേഷ്യത്തോടെ നോക്കിയിട്ട് ഉള്ളിലേക്ക് പോവുകയാണ്. അന്നേരം സുഭാഷ് ചോദിക്കുന്നുണ്ട്, എന്തിനാടാ നികേഷേ വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കുന്നതെന്ന് ചോദിച്ചിട്ട് ചെവിടിന് വിരിച്ച് തിരിക്കുന്നു. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ സുധീഷ് പോയിട്ട് തോമസ് ചേട്ടനോട് ലൈസൻസ് കിട്ടാതെ വണ്ടി ഓടിക്കുന്നതിനെ പറ്റിയിട്ട് സംസാരിക്കുകയാണ്. അന്നേരം അയാൾ പറയുന്നുണ്ട് 1 മാസം കഴിഞ്ഞിട്ട് എന്തായാലും ലൈസൻസ് കിട്ടുമല്ലോ, അന്നേരം നമുക്ക് നോക്കാം. നിനക്ക് പൈസ വല്ലതും വേണമെങ്കിൽ പറ, അത് ഞാൻ തരാം. പക്ഷെ വണ്ടിയുടെ കാര്യം നോക്കണ്ട എന്ന് പറയുന്നു. ഞാൻ വേറെ വല്ലവരും ഏൽപ്പിക്കുക 1 മാസത്തേക്ക്, അത് കഴിഞ്ഞ് നിനക്ക് തന്നെ തരാമെന്ന് പറയുമ്പോൾ നമ്മുടെ സുധീഷ് പറയും, അയ്യോ ആ വണ്ടി ഞാൻ മാത്രമല്ലേ ഓടിച്ചിരുന്നുള്ളൂ, അത് വേറെ വല്ലവർക്കും കൊടുക്കാന്ന് വെച്ചാൽ, അല്ലാതെ 1 മാസം ഞാൻ വണ്ടി ഷെഡ് കയറ്റി നിർത്തല്ലേ, നീ പോ സുധീഷേ, നീ 1 മാസം കഴിഞ്ഞ് വന്നോ, എനിക്ക് ജോലി തരാന്ന് പറഞ്ഞിട്ട് തോമസ് ഏട്ടൻ അങ്ങ് പോകുന്നു. അതിനുശേഷം കാണിക്കുന്നത് സുഭാഷും നികേഷും ഹരീഷും നിധിയും കൂടെ ഭക്ഷണം കഴിക്കുന്നതാണ്. അപ്പോൾ അവിടെ കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നിധി ചോദിക്കും, സുധീഷ് ഇതുവരെ വന്നില്ലല്ലോ എന്ന്. അന്നേരം പറയുന്നുണ്ട്, അവൻ വിളിച്ചിരുന്നു, ഇപ്പോൾ വരുന്നു. അതിനുശേഷം വണ്ടി ഇഷ്ടമായോന്ന് ചോദിക്കേ. നന്നായിട്ട് ഇഷ്ടമായി, വല്ലാത്തൊരു സർപ്രൈസ് ആയിപ്പോയി, എത്രയായി അതിന് വിലാന്ന് ചോദിക്കും ഹരീഷിൻ്റെ അടുത്ത്. അപ്പോൾ ഹരീഷ് അറിയും, അയ്യോ അതൊന്നും എനിക്കറിയില്ല, സുധീഷ് ചേട്ടനെ അറിയത്തുള്ളൂ. അപ്പോൾ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പ് മുഖേന വാങ്ങിയതല്ലേ, ഹരീഷിനും അറിയാലോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്കറിയില്ല എടുത്തി, ഇനിയിപ്പോൾ അറിഞ്ഞാൽ തന്നെ ഞങ്ങൾ പറഞ്ഞാൽ അതിനായിരിക്കും അടുത്ത പുകില്, എങ്കിലും എനിക്ക് വേണ്ടി ഇത്രയ്ക്ക് ക്യാഷ് നിങ്ങൾ മുടക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കട്ടോ നിധി. അതേക്കുറിച്ച് മോള് ചിന്തിക്കണ്ട, ഇപ്പോൾ ഭക്ഷണം കഴിക്കുക എന്ന് പറയണ സുഭാഷ്. അന്നേരം സുധീഷ് ഇങ്ങനെ കയറി വരാൻ കേട്ടോ, അവരൊക്കെ കൂടി ഭക്ഷണം കഴിക്കുന്നത് കണ്ടോണ്ട്. അതുവരെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്.